ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പാർട്ടിയുമായി ഓൺലൈൻ വഴി ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന സമൂഹമാധ്യമത്തിൽ മെസ്സേജ് കണ്ട് പണം നൽകിയ കൂത്തുപറമ്പ് സ്വദേശിനിക്ക് 32,30,398 രൂപ നഷ്ടമായി. നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് യുവതിയെ തട്ടിപ്പിന് ഇരയാക്കിയതെന്ന് കണ്ണൂർ സൈബർ പോലീസ് അറിയിച്ചു. തുടക്കത്തിൽ നൽകിയ ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ ചെറിയ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് വൻ തുക ആവശ്യപ്പെടുകയും പണം നൽകിയാൽ പല കാരണങ്ങൾ പറഞ്ഞ് നൽകിയ പണമോ ലാഭമോ തിരികെ നൽകാതെ വഞ്ചിക്കുന്നതാണ് ഇത്തരക്കാരുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി കുറ്റിപ്പുറത്ത് തടിലോറിയിൽ ഉടക്കിയ കേബിൾ സ്കൂട്ടറിൽ കുരുങ്ങി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി ദുർഗേഷാണ് അറസ്റ്റിലായത്. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. തഴവ സ്വദേശി സന്ധ്യയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിനിടയാക്കിയ ലോറിയും കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം ചവറയിൽ ഉത്സവ കെട്ടുകാഴ്ചയ്ക്കിടെ വണ്ടിക്കുതിരയുടെ തടിച്ചക്രം കയറി 5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്കിടെ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചവറ തെക്കുഭാഗം സ്വദേശി രമേശ് ജിജി ദമ്പതികളുടെ ഇളയ മകൾ RJ ക്ഷേത്രയാണ് മരിച്ചത്. താഴ്ചയുള്ള സ്ഥലത്ത് വണ്ടിക്കുതിര നിയന്ത്രണം വിട്ടുരുണ്ടപ്പോൾ തിരക്കിനിടെ റോഡിൽ വീണ ക്ഷേത്രയുടെ മുകളിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയായിരുന്നു അപകടമുണ്ടായത്. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ സ്മൃതി കൂട്ടായ്മയും ആദരവും സംഘടിപ്പിച്ചു. KPSC സുലോചനയുടെ ജീവിതഗാനങ്ങളിലൂടെ കോർത്തിണക്കിയ തുമ്പപ്പൂ പെയ്യണ പൂനിലാവ് KPSC സുലോചന ഒരു ഓർമ്മ പരിപാടി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സംസ്ഥാന നാടക സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹയായ KPSC ലീലയെ ചടങ്ങിൽ ആദരിച്ചു.